Hi all, welcome back to my channel. ഇന്നത്തെ ഞാൻ ഡിസ്കസ് ചെയ്യുന്ന പോയിൻ്റ് ഗൂഗിളിൻ്റെ കീവേഡ്സ് അതുപോലെ കീവേഡ് പ്ലാനർ ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ വീഡിയോ യൂസ്ഫുൾ ആകാൻ പോകുന്നത് SEOയുടെ ബിഗിനേഴ്സിന് അല്ലെങ്കിൽ SEO പഠിക്കാൻ പോകുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ജസ്റ്റ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അതുപോലെ തന്നെ ബിസിനസ് ഓണേഴ്സിനും ഈ മൂന്ന് കാറ്റഗറിപ്പെട്ട ആളുകൾക്കാണ് എൻ്റെ വീഡിയോ കൊണ്ട് ഇന്നത്തെ വീഡിയോ കൊണ്ട് യൂസ് ഉണ്ടാകുക. സോ അങ്ങനെയുള്ളവർ കംപ്ലീറ്റ് ആയിട്ട് വാച്ച് ചെയ്യുക, നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. സോ നമ്മൾ ബേസിക്കലി കീവേഡ് എന്ന് പറയുമ്പോൾ ഒരു പർട്ടിക്കുലർ സാധനം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുന്ന ഒരു ടൈം. ഫോർ എക്സാമ്പിൾ SEO കമ്പനി, SEO ഏജൻസി, ഇതെല്ലാം ഓരോ കീവേഡുകളാണ്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഒപ്റ്റിമൈസ് ചെയ്യേണ്ടത് കീവേഡ് ബേസ്ഡ് ആണ്. അപ്പോൾ കീവേഡ് എല്ലാവർക്കും അറിയാം, ബട്ട് നമ്മൾ ഒപ്റ്റിമൈസ് ചെയ്യാൻ പോകുന്ന കീവേഡ് ബെസ്റ്റ് കീവേഡാണോ എന്ന്, ബെസ്റ്റ് കീവേഡ് ഇൻ ദ സെൻസ് ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ്സുകളാണോ എന്ന് നമ്മൾ അറിയണം. അതായത് കീവേഡിനെ രണ്ട് രീതിയിൽ പറയാം. ആളുകൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് നമുക്ക് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് വർക്കൗട്ട് ചെയ്യാം. അല്ലെങ്കിൽ കീവേഡ് നമ്മൾ വിചാരിക്കുന്ന ഇതാണ് കീവേഡ്. അപ്പോൾ ബിസിനസ് ഓണേഴ്സിന് സംഭവിക്കുന്ന എപ്പോഴും അതാണ്, അവർ വിചാരിക്കുന്ന കീവേഡ്സുകളാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് അവർ ചിന്തിക്കും. പക്ഷേ ഒരു SEO എക്സ്പേർട്ട് എന്ന രീതിയിൽ നമുക്ക് ആ കീവേഡ്സിന് ആളുകൾ റിയലി സെർച്ച് ചെയ്യുന്ന അതാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന് അറിയാനുള്ള ഒരു ഓപ്ഷനോടെ നമുക്ക് അവൈലബിൾ ആണ്. അതാണ് കീവേഡ് പ്ലാനർ. അപ്പോൾ ഇത് രണ്ട് പേർക്കും എങ്ങനെയാണ് യൂസ് ആകുന്നത് മനസ്സിലായോ? അതായത് ഒന്ന് നമുക്ക് ഗസ് ചെയ്യാം, ഇന്നതായിരിക്കും എൻ്റെ സർവീസ് എന്നുള്ളത് ബിസിനസ് ഓണേഴ്സ് പറയും. പക്ഷേ ഒരു SEO എക്സ്പേർട്ടിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, അങ്ങനെയല്ല. നമ്മുടെ ഗസ്സിങ് ഒക്കെ നമുക്ക് എടുക്കാം, വി ക്യാൻ ടേക്ക് ഓൾ ദ ഗസ്സിങ്സ്. ബട്ട് ആ ഗസ്സിങ്സ് ഒക്കെ കറക്റ്റാണോ അല്ലയോ എന്നുള്ളത് നമുക്ക് മെഷർ ചെയ്യാനും അതിൻ്റെ ആക്യുറസി ഐഡൻറ്റിഫൈ ചെയ്യാനും നമുക്ക് ടൂളുണ്ട്. ആ ടൂളാണ് കീവേഡ് പ്ലാനർ. ഗൂഗിൾ തന്നെ തരുന്നതാണ്. മൾട്ടിപ്പിൾ ടൂൾസ് അവൈലബിൾ ആണ്, ഇഷ്ടംപോലെ ടൂൾസുകളുണ്ട്. ബട്ട് ഞാൻ പേഴ്സണലി പ്രിഫർ ചെയ്യുന്ന ഇതാണ്, ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനർ യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ അത് ഞാനൊരു സ്ക്രീൻ ഷെയറിൽ കാണിച്ചു തരാം. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുന്ന കീവേഡ്സുകൾ റിയലി യൂസ്ഫുൾ ആണോ എന്നുള്ളത് അറിയണമെങ്കിൽ ഗൂഗിൾ കീവേഡ് പ്ലാനർ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഒരുപാട് കീവേഡ്സിൻ്റെ നമുക്ക് ഓപ്ഷൻസും സജഷൻസും നമ്മൾ ചിന്തിക്കാത്ത തോട്ട് പ്രോസസ്സിൽ ഇല്ലാത്ത തന്നെ കീവേഡുകളൊക്കെ ഈ ടൂൾ കാണിച്ചു തരും. അപ്പോൾ ബേസിക്കലി കീവേഡിൻ്റെ ഐഡിയേഷൻ തൊട്ടിട്ട് കീവേഡിൻ്റെ ഫൈനലൈസേഷൻ വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ടൂളാണ് ഗൂഗിളിലെ കീവേഡ് പ്ലാനർ. സിമിലർലി ഒരുപാട് ടൂൾസുകളുണ്ട്, നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻറ്റ് അത് നിങ്ങൾ യൂസ് ചെയ്യുക. അപ്പോൾ പ്രോസസ്സിനകത്ത് ഇത് മസ്റ്റായിട്ടും, അതായത് നമ്മൾ എന്തൊക്കെ ടൂൾ യൂസ് ചെയ്താലും SEO നമ്മൾ ഗൂഗിളിന് വേണ്ടി ഒപ്റ്റിമൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഫൈനൽ കൺഫർമേഷൻ വരേണ്ടത് ഗൂഗിളിൻ്റെ കീവേഡ് പ്ലാനറിൽ കൂടെ പോയതിന് ശേഷമായിരിക്കണം. എങ്കിൽ മാത്രമേ നമ്മളെടുക്കുന്ന കീവേഡ് അല്ലെങ്കിൽ നമ്മുടെ ആ ഫൈനൽ സാധനം കറക്റ്റായി വരുള്ളൂ. സോ ഞാനൊന്ന് സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ആ കീവേഡ് പ്ലാനറും കാണിച്ചു തരാം. അതിൻ്റെ ഐഡിയേഷന് വേണ്ടി ഇതെങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നുള്ളതും നമ്മൾ യൂസ് ചെയ്യുന്ന കീവേഡിൻ്റെ സെർച്ച് ടൂളും കാര്യങ്ങളും ഒക്കെ എങ്ങനെ അതിന് കാണിച്ചു തരുന്നുള്ളതും ഞാൻ സ്ക്രീൻ ഷെയർ ചെയ്ത് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഗൂഗിൾ കീവേഡ് പ്ലാനർ സെർച്ച് ചെയ്യാം. ഒരു ഗൂഗിൾ ആഡ് അക്കൗണ്ടുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ഈ പ്ലാനർ എന്ന് പറയുന്നത്, കീവേഡ് പ്ലാനർ കേട്ടോ. അപ്പോൾ ഗൂഗിൾ ആഡ്സ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ ഗൂഗിൾ ആഡ്സിൽ സൈൻ ഇൻ ചെയ്തിട്ട് അത് കാണിച്ചു തരാം, നമുക്ക് എങ്ങനെയാണ് എടുക്കേണ്ടതെന്നുള്ള കാര്യങ്ങൾ. ഇത് ഗൂഗിൾ ആഡ് അക്കൗണ്ടിൻ്റെ ഇൻ്റർഫേസ് ആണ്. ഇവിടെ നമുക്കിവിടെ ടൂൾസ് ഉണ്ട്, ഇത് കണ്ട് ടൂൾസിനകത്ത് പ്ലാനിങ്, ടൂൾസിനകത്ത് പ്ലാനിങ്, അതിനകത്ത് കീവേഡ് പ്ലാനർ ഉണ്ട്. ഒരുപാട് ടൂളുകൾ അവൈലബിൾ ആണ്. ഇതിനകത്ത് നമ്മുടെ കീവേഡ് പ്ലാനറിൽ ഓക്കെ, അപ്ഡേറ്റ് കീവേഡ് പ്ലാൻ. ഓക്കെ, രണ്ട് ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഫസ്റ്റ് നോക്കാം. ഈ ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ഐഡിയേഷൻ ഉപയോഗിക്കാം. അപ്പം ഞാനിപ്പോൾ ഒരു SEO ഏജൻസി, നമ്മളൊരു കീവേഡിൻ്റെ സെർച്ച് വോളിയമാണല്ലോ നോക്കുന്നത്. അപ്പം ഏത് കീവേഡ് ആണെങ്കിലും അത് ഒരു ലൊക്കേഷൻ സ്പെസിഫിക് ചെയ്യണം, അല്ലെങ്കിൽ എൻ്റയർ വേൾഡ് ആവും. ഓക്കെ, നമുക്ക് ലൊക്കേഷൻ കൊടുക്കാൻ ഓപ്ഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. ഇവിടെ കൊണ്ടുപോയിട്ട് നമുക്ക് അപ്പോൾ എനിക്ക് കേരളത്തിൻ്റെ മാത്രം മതിയെങ്കിൽ എൻ്റെ ടാർഗറ്റഡ് ഓഡിയൻസ് എവിടെയാണോ അതാണ് എൻ്റെ ലൊക്കേഷൻ. അപ്പം ഞാൻ കേരളത്തിൽ എത്ര പേരാണെന്ന് നോക്കാൻ പോകും. ഓക്കെ, അപ്പിയറൻസ് എന്ന ഓപ്ഷൻ ഉണ്ട്, മീഡിയം. ഓക്കെ, അപ്പോൾ എന്നെ ഇപ്പോൾ പ്ലാനർ കാണിച്ചു തരുന്നത് SEO ഏജൻസി എന്ന് പറഞ്ഞിട്ട് കേരളത്തിൽ നിന്ന് സെർച്ച് ചെയ്യുന്ന ആളുകളുടെ ആവറേജ് ഡാറ്റയാണ്.
അപ്പോൾ ഇതിൻ്റെ ഐഡിയേഷൻ ഉപയോഗിക്കുന്നത് ഇതുണ്ട്. ഇവർ കുറേ ഐഡിയാസ് ഇവിടെ തന്നെ ഷെയർ ചെയ്തു. SEO മാർക്കറ്റിംഗ്, SEO കമ്പനി, ബെസ്റ്റ് SEO കമ്പനീസ്, ഇവിടെ ഇപ്പോൾ റേഞ്ച് അല്ലേ കാണിച്ചിരുന്നത്, ഇത്രയാണെന്നുള്ളത്. ഓക്കെ, ഞാൻ ഇപ്പോൾ ഈ കീവേഡ് നല്ലതാണ്, നല്ല വോളിയം ഉണ്ടല്ലോ. ഇനി ഞാൻ ഒന്നും കൂടെ പ്ലാനറിൽ ശ്രദ്ധിച്ചവർക്ക് മനസ്സിലാവും. ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്, ഒന്ന് ഡിസ്കവറും ഒന്ന് സെർച്ച് വോളിയം ആൻഡ് ഫോർകാസ്റ്റ്. ഈ ഡിസ്കവർ ആണ് നമ്മൾ ആദ്യം എടുത്തത്. നമ്മൾ രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. രണ്ടാമത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് കീവേഡുകളെ കുറിച്ച് ധാരണ വേണം. അതായത് ആദ്യത്തെ ഓപ്ഷനിൽ നിന്ന് കീവേഡ്സുകൾ ഐഡന്റിഫൈ ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞ് സെക്കൻഡ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ ഇതാണ് ഒരു ക്യാമ്പയിൻ, അതായത് ഗൂഗിൾ ആഡ്സ് ക്യാമ്പയിൻ സ്പെസിഫിക് ആയിട്ട് പോകുന്ന ആൾക്ക് യൂസ്ഫുൾ ആകുക. ഇതിനകത്ത് കുറച്ചുകൂടി ഇൻ ഡീറ്റെയിൽ ആയ ഡാറ്റ കിട്ടും. എത്രയാണ് ഏത് കീവേഡ്, ഏകദേശം വോളിയം എന്താണ്, 3 മന്തിന്റെ ആവറേജ് എങ്ങനെയാണ്, YOY അതായത് ഒരു മാസം കൂടി അടുത്ത മാസം കുറഞ്ഞു, ഇതിങ്ങനെ ആ പോക്ക് മനസ്സിലാവും. അതുപോലെ നമ്മൾ ഗൂഗിൾ ആഡ്സിന്റെ ക്യാമ്പയിൻ ഒക്കെ ചെയ്യാൻ പോകണം, ഏകദേശം CPC ഏത് റേഞ്ചിൽ നിൽക്കും, ഇങ്ങനെയുള്ള കുറേ ഡീറ്റെയിൽസും കൂടി ഇവർ കാണിച്ചു തരും. അതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു SEO സൈഡിൽ നിൽക്കുമ്പോൾ ഡിസ്കവർ ന്യൂ കീവേഡ്സ്, ഇവിടെ ഇത് മാത്രം നമുക്ക് ആവശ്യം വരുള്ളൂ ബേസിക്കലി. ഇതിൽ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വേണ്ട ലൊക്കേഷനിൽ IT കമ്പനി വേറൊരു കീവേഡ് എടുത്താൽ നമുക്ക് വേണ്ട ഏരിയയിലെ വോളിയം നമുക്ക് ഇവിടെ ഇവിടെ കുറെ സജഷൻ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെ സോഫ്റ്റ്വെയർ കമ്പനി, ടെക്നോളജി കമ്പനി, അങ്ങനെ പലതും. ഇതൊന്നും ഞാൻ മാറ്റിയിട്ട് ഇപ്പോൾ ഇന്ത്യ. ഒരു ബിസിനസ്സുകാരനെ സംബന്ധിച്ചിടത്തോളം ആളുടെ മാർക്കറ്റ് എവിടെയാണോ അത് വെച്ചിട്ടാണ് ഈ സാധനം കണ്ടുപിടിക്കേണ്ടത്. അല്ലെ അത് വെച്ചിട്ട് വേണം ഇതിന് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടത്. ഇപ്പോൾ ഇത് കണ്ടോ, ഒരുപാട് സജഷൻസ് ഇതിൻ്റെ കൂടെ വരും. ഈ എന്ത് സർവീസ് ആണെങ്കിലും നമ്മളിങ്ങനെ ഇങ്ങനത്തെ ഒരു ഫൈനൽ സാധനം വരുമ്പോൾ, അതായത് നമ്മൾ ഗസ് ചെയ്യുക, നമ്മളിങ്ങനെ ആലോചിക്കുക എൻ്റെ കമ്പനി ഇതാണ്, അപ്പോൾ എൻ്റെ കീവേഡ് ഇതാണെന്ന് ഗസ് ചെയ്യുക. ഗസ്സിങ് എല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഇവിടെ വന്നിട്ട് ഇവിടുന്ന് റിസർച്ച് നടത്തി ഇതിൽ നിന്ന് വേണം, ഇത് കാണിച്ചു തരുന്നത് ആവറേജിൽ മാസം എത്ര പേര് ഓരോരോ കീവേഡ് സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. ഓരോ ആൾക്കാർ എത്രത്തോളം ഇത് സെർച്ച് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് കാണിച്ചത്. അപ്പോൾ ഈ ഡാറ്റയാണ് നമ്മൾ ഫൈനലൈസ് ചെയ്യാറുണ്ട്. ഒരു SEO എക്സ്പേർട്ട്, SEO ബിഗിനർ, SEO ചെയ്യുന്ന ആളുകൾ, അതുപോലെ ഒരു ബിസിനസ് ഓണർ, ഇത് ഈ രീതിയിൽ ചെയ്താൽ മാത്രമാണ് ഈ SEOയിൽ നിന്ന് റിസൾട്ട് വരുള്ളൂ. അതുവരെ ഇതിന് റിസൾട്ട് ഉണ്ടാവില്ല. നമുക്ക് ആരും സെർച്ച് ചെയ്യാത്ത കീവേഡ് നല്ലതെന്ന് നമ്മൾ വിചാരിച്ച് SEO ചെയ്ത് എന്ത് സംഭവിക്കും, റാങ്കിങ് ഉണ്ടാവും, ടെക്നിക്കലി റാങ്കിങ് വരും, പക്ഷെ അതിന് മാർക്കറ്റിംഗ് ഉണ്ടാവില്ല. മാർക്കറ്റിംഗ് ഇൻ ദ സെൻസ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവ് അത് മീറ്റ് ചെയ്യാതെ വരും. സോ അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തിടുക. അപ്പോൾ അതിനെക്കുറിച്ച് പറ്റിയ നെക്സ്റ്റ് വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്ത് കൊടുക്കുക യൂസ്ഫുള്ളായ ആളുകൾക്ക് മാത്രം. അപ്പോൾ അവർക്കും അതിനെക്കുറിച്ചൊരു ഐഡിയ എല്ലാം കിട്ടുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, താങ്ക് യു.